പ്രിയ പ്രേക്ഷകർ, ഒരു ദുരന്ത വാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരങ്ങൾ ഏറ്റുമുട്ടി സംഘട്ടനത്തിൽ ഒരാൾ മരിച്ചു. ഇരവിപുരം പാലത്തിന് സമീപം കോൺവെൻറ്റ് നഗർ 11 അനിൽകുമാറാണ് 46 വയസ്സുള്ള അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. അനുജൻ 44 വയസ്സുള്ള കെനിലിനെ ഇരവിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിലേക്ക് മാറ്റി. ആക്രമണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: അമ്മ ജസീന്തയ്ക്ക് ഒപ്പമാണ് ഇരുവരും താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3 സഹോദരന്മാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കെനിലെ തടിക്കഷ്ണം കൊണ്ട് അനിൽകുമാറിനെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു. സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന പെൺകുട്ടിയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. രക്തത്തിൽ കുളിച്ച് കിടന്ന അനിൽകുമാറിനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. 6 വർഷമായി ഇരുവരും ചികിത്സയിലാണ്. പല ദിവസങ്ങളിലും തമ്മിൽ വഴക്കുണ്ടാകുകയും അക്രമാസക്തരാകാറുണ്ട്. സോമിൽ തൊഴിലാളിയായിരുന്ന അനിൽകുമാറും മത്സ്യബന്ധനത്തിന് പോകുമായിരുന്ന കെനിലും കുറേ നാളുകളായി ജോലിക്കൊന്നും പോകുന്നില്ല. ഇന്നലെ രാവിലെ ആയിരുന്നു ഈ സംഭവം നടന്നത്. രാവിലെ മുതൽ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. സഹോദരി സിനി എത്തി പ്രശ്നം പരിഹരിച്ചെങ്കിലും പിന്നീട് സഹോദരങ്ങൾ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. ഇരുവരും വിവാഹിതരാണ്. അനിൽകുമാറിൻ്റെ ഭാര്യ വിദേശത്താണ്. കെനിലിൻ്റെ ഭാര്യ ഉപേക്ഷിച്ചുപോയി. അനിൽകുമാറിൻ്റെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇരവിപുരം പോലീസ് കേസെടുത്തു. എന്തായാലും ഈ വാർത്ത അറിഞ്ഞ് ഈ പരിസരവാസികളൊക്കെ, ആ റോഡിൽ കൂടെ പോകുന്നവരൊക്കെ ഈ പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങളൊന്നും കാണിക്കില്ല. എന്നിരുന്നാലും കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത്. കാരണം മാനസിക വെല്ലുവിളി നേരിടുന്ന സഹോദരങ്ങൾ തമ്മിലാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായതുകൊണ്ട് നമുക്ക് മരണപ്പെട്ടവരൊന്നും പടം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിരുന്നാലും പ്രേക്ഷകരെ, ഇത് വലിയ ഒരു സംഭവം തന്നെയാണ് ഈ ഇരവിപുരത്ത് നടന്നത്. ഇന്നലെ ഇവർ കുറേ നാളുകളായിട്ട് ഇങ്ങനെ സഹോദരങ്ങൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ വഴക്കുണ്ടായതിന് ശേഷം സഹോദരി വന്നതെല്ലാം സിനിയൊന്ന് എത്തി പ്രശ്നമൊക്കെ പരിഹരിച്ചാണ് പിന്നീടാണ് സഹോദരങ്ങൾ വീണ്ടും സംഘർഷമുണ്ടായത്. കണ്ടല്ലോ, ഈ തടിക്കഷ്ണം വെച്ചാണ് തമ്മിൽ ഈ അടിയുണ്ടായത്. എന്തായാലും ഒരു മരണം നടന്ന വാർത്ത കേട്ട് ഇരവിപുരത്തുകാർ പരിസരവാസികളൊക്കെ ഞെട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവർ രണ്ടുപേർക്കും മാനസികമായി അസുഖമുള്ളത് കൊണ്ട് ഇവർ പരസ്പരം വഴക്കൂടാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കിടക്കുമെന്ന് ആരും കരുതിയില്ല. എന്തായാലും ഇരുവരും പോലീസൊക്കെ അവിടെ എത്തി അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്തായാലും കേസെടുത്തിട്ടുണ്ട് ഇരുവരും പോലീസ്. എന്തായാലും അത് മറ്റേ മരിക്കുവാനുണ്ടായ മറ്റേ സഹോദരനെ അടിച്ച സഹോദരനെ ഫെസിലിറ്റേഷൻ സെൻറ്ററിലേക്ക് മാറ്റിയെന്നുള്ള വാർത്തയും കൂടെയാണ് കേൾക്കുന്നത്. ഉണ്ടല്ലോ, ഈ പ്രദേശത്തൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്ന അവസ്ഥ പരിസരത്തൊക്കെ ഇവിടെ എല്ലാം കെട്ടി മാറ്റിയിട്ടുണ്ട്. വിശദമായ പരിശോധനയൊക്കെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഇന്ത്യ 24 കൊല്ലം.